പിന്നെ ഇപ്പോഴത്തെ ഡ്രസ്സ് കാര്യങ്ങൾ കാണുമ്പോഴൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് എൻ്റെ വൈഫായിരുന്നോ എന്നുള്ള ഇത്. അവിടെ അഴയിലൊരു ഷോർട്സിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. അഴയില് ഷോർട്സിന്റെ ഒരു ഇത് കാണിക്കുന്നില്ലേ? സഫയുടെ ഷോർട്സ് ആണ് മീൻസ് അഴ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ അതെ അതെ. ഇപ്പോൾ ഇതുവരെ അവൾ ഷോർട്സ് കാര്യങ്ങൾ എൻ്റെ മുന്നിൽ വരെ ട്രൗസർ ഇട്ടിട്ടില്ല. ഇപ്പം അവിടെ കുറേ ട്രൗസർ ഡ്രസ്സ് ചെറിയ ചെറിയ ഷോർട്സ് ഡ്രസ്സ് ഇടുന്നുണ്ട്, പുതിയ പുതിയ 5-6 ഡ്രസ്സ്, അത്തർ സ്പ്രേ. അപ്പോ ഇനി എന്താണ് ഭാവി? എന്താന്ന് എനിക്കറിയില്ല. എന്നെ വേണ്ടാത്തൊക്കെ എനിക്കും വേണ്ട. ഇനി പഠിച്ചോൻ ഇനി എനിക്ക് കുറേ പെണ്ണുകൊടുക്കാൻ ഞാൻ ഇതുവരെ ഞാൻ മെസ്സേജ് ഇട്ടില്ല. ഇനി എങ്ങനെയാന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റൂല. അതായത് ഇനി പെൺപിള്ളേർക്ക് മെസ്സേജ് അയക്കുന്നതാണോ പറയുന്നത്? ഇനി സിംഗിൾ ആണല്ലോ. സിംഗിളായി സിംഗിളാണ്. ഡിവോഴ്സ് ആണല്ലോ, ലീഗലി ഡിവോഴ്സ് ആണല്ലോ. ദിവസമായി ഡിവോഴ്സ് ആയിട്ടില്ലല്ലോ നിങ്ങള്. അവള് പേപ്പർ അയച്ചു പറഞ്ഞു, പെരക്കേക്ക് എത്തിയിട്ടുണ്ടല്ലോ. എനിക്ക് ഡിവോഴ്സ് ആകാൻ താല്പര്യമൊന്നുമില്ല. ഇപ്പോഴും താല്പര്യമില്ലെന്നാണ് കുറച്ചു മുന്നേ പറഞ്ഞില്ലേ? 2 ദിവസം മുന്നേ വരെ ഓക്കെയാണ്, ഇനി വേണ്ടെന്ന് പറയാം. വേണ്ട അവളെ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ വെച്ചിട്ട് ഇവള് ചില സമയം ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ കുഞ്ഞിനെ കാണിക്കാതിരിക്കും. ഇനി ഞാൻ കേസിൻ്റെ ബാക്കിൽ പോകേണ്ടി വന്നാലോ? പിന്നെ ഇനി ഇവള് വേറെ എന്തെങ്കിലും കേസ് കൊടുക്കൂല, എന്ത് ഉറപ്പ്? മനസ്സിലായി. അപ്പൊ ഇനി ഇനിയിപ്പോ ഡിവോഴ്സ് ആവുമെന്ന് വിചാരിച്ചോ? ഇനി ഒരു കല്യാണം ഉണ്ടാവോ? ഏയ് കല്യാണം കഴിക്കുന്നില്ല. കല്യാണം കഴിക്കൂല എന്ന് പറയാൻ കഴിയില്ല. അല്ല, എനിക്ക് ആക്ച്വലി പാർട്ട്ണർ ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എനിക്ക്. കാരണം എനിക്ക് ഇങ്ങനെ എല്ലാവരും പിള്ളേരെ പോലെ എനിക്കിങ്ങനെ 10 ആളെ പറ്റിക്കുന്ന സ്വഭാവം ഇല്ല. ഞാൻ ഏതെങ്കിലും ഒരാളിൽ ഉറച്ചിക്കും, ഒറ്റൊരു വ്യക്തിയിൽ ഞാൻ ഉറച്ചിക്കും. അവരെന്നെ എൻ്റെ ഫ്രണ്ട്ഷിപ്പായിട്ടും എൻ്റെ ലവറായിട്ടും എൻ്റെ വൈഫായിട്ടും എല്ലായിട്ടും എനിക്ക് ഒരാളെ കാണണം. എനിക്ക് നോർമലി ബോയ് ഫ്രണ്ട്സോ അതായത് അങ്ങനെ ഒരു ഫ്രണ്ട്സ് ഇല്ല. ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഓപ്പണായിട്ട് പറയാനുള്ള ഒരു ഫ്രണ്ട് ഇല്ല എനിക്ക്. ഇപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയാൻ എനിക്ക് കേരളത്തിൽ ഇന്ത്യയിൽ മൊത്തം എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്. ജസ്റ്റ് ഫ്രണ്ട്സ്. ക്ലോസ് പറയാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്കില്ല. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് കറങ്ങാൻ പോകാനൊക്കെ എൻ്റെ വൈഫിൻ്റെ കൂടെ ഇഷ്ടം. എൻ്റെ വൈഫ്, എൻ്റെ ഫാമിലി, എൻ്റെ കുട്ടി. എനിക്ക് വൈഫിൻ്റെ കൂടെ ഇങ്ങനെ ട്രിപ്പ് അടിക്കാനും പിടിക്കാനൊക്കെ ഇങ്ങനെ കറങ്ങണം എന്ന് തന്നെ പ്ലാനിങ്. അതെ. എടീ ഉള്ളിൽ തീയാണ്, ചിരിക്കണം നോക്കണ്ട. ബിക്കോസ് ഐ ലവ് ഹെർ. നോ, ഞാൻ അത്രയും സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ ആ സ്നേഹം ഒറ്റയടിക്ക് വേറൊരു കളർ കാണുമ്പോൾ പോകാൻ വേണ്ടിയിട്ടല്ല അവളെ സ്നേഹിച്ച് കല്യാണം കഴിച്ചത്. ലല്ലുവിൻ്റെ കൂടെ പോയി എന്ന് പറഞ്ഞാൽ അവരുടെ പ്ലാനിങ് എന്തെന്ന് ആക്ച്വലി എനിക്കറിയൂല. സ്വന്തം ഹസ്ബൻഡ് അറിയാണ്ട് ഇങ്ങനെ സ്വന്തം ഹസ്ബൻഡിൻ്റെ കൺമുന്നിൽ വരെ കണ്ടിട്ടും ആ ചെക്കനെ സപ്പോർട്ട് ചെയ്തിട്ട് ഓനോട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എന്നെ അവിടെ നിന്ന് അടിച്ച് സീനുണ്ടാക്കിയിട്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കഞ്ചാവാണ്. ആ അതെ, ലല്ലു ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതായത് ഞാൻ തിരൂർ പോയി. അപ്പം ഇവളെങ്ങനെ കളവല്ലാണ്ട് പറയുന്നില്ല. ഏടില്ല തൃശ്ശൂർ. എന്തിനു പോയി? ഷൂട്ടിന്. എന്ത് ഷൂട്ട്? ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമോ കാര്യമില്ലാണ്ട് എന്ത് ഷൂട്ട്, സത്യം പറ. അപ്പോൾ കട്ട് ചെയ്ത് ഫോൺ. പിന്നെ ഫോൺ വിളിച്ച് 2-3 വിളിക്ക് എടുക്കും. ഞാൻ പറഞ്ഞു വീഡിയോ കോളാക്ക്. എടുക്കുന്നില്ല. അല്ലെങ്കിൽ എപ്പോഴും വീഡിയോ കോളൊക്കെ എടുക്കുന്ന പെണ്ണാ. എങ്ങനെ എടുക്കുന്നില്ല, വിളിച്ച് എടുക്കുന്നില്ല. ഞാൻ പറഞ്ഞു വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ, നീ സത്യം പറയേടിയല്ലേ. ഞാൻ പറഞ്ഞു ഞാൻ പുറത്താണ്, എന്നെ നോക്കണ്ട, ഞാൻ പുറത്താണ്, ഞാൻ വരൂല, പിടിക്കുന്ന തൃശ്ശൂരാണ്, അങ്ങനെയാണ്. ഞാൻ അപ്പോൾ ഇവിടെ ഫാദറിനെ വിളിച്ച് ഞാൻ പറഞ്ഞു ഉപ്പ സഫ എവിടെ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം എന്താ, ചില സമയം വീട്ടിലുണ്ട്. എനിക്ക് ചില സമയം സഫ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നതായിരിക്കും വിചാരിച്ചു. അങ്ങനെ ഞാൻ ഈ ഫ്ലാറ്റിൽ ഉച്ച മുതൽ അവിടെ ഉണ്ടല്ലോ. കുറച്ച് ഒരു വൈകുന്നേരം എല്ലാം ആകുമ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, നൈസായിട്ടൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയി അവരോട് ഞാൻ ചോദിച്ച് ഇന്നപോലെ സഫ വന്നായിരുന്നു. രാവിലെ വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എപ്പോൾ പോയതെന്ന് അറിയാം. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ കുറച്ച് ആൾക്കാരാണ്, നാട്ടിലെ ആൾക്കാർ. ഞാൻ ഫോണിൽ ചാർജില്ല. അപ്പോൾ ഫോണിൽ ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ നടന്ന് ഫോണിൽ ചാർജ് കൂട്ടിയിട്ട് പോകുമ്പോൾ കുറച്ച് ഫാൻസ്, അറിയുന്ന പിള്ളേരും കാര്യമൊക്കെ വന്ന്, കുറച്ച് ആൾക്കാരൊക്കെ വന്ന് കണ്ട് മനൊക്കെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ സംസാരിച്ച് പരിചയപ്പെട്ട്. അപ്പോൾ അവിടുന്ന് വേറൊരു നാട്ടിലുള്ള ഒരാൾ പറഞ്ഞ് ഇങ്ങനെ 3 പേരും കാറിലും എത്തിയിട്ട് സഫ പോയിട്ടുണ്ട് എന്നുള്ളത്. ഒരു യൂബർ വണ്ടിയിൽ 3 വെള്ളക്കുപ്പായിട്ട് ആൾക്കാരും എത്തിയിട്ട് 3 ചെക്കന്മാരുടെ കൂടെ അതാ അതിൽ ഒരാളെ ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു. 3 ചെക്കന്മാരുടെ കൂടെ വണ്ടി പോയിട്ടുണ്ട് എന്നുള്ള കേട്ടിന്. അതായത് പിന്നെ ഫ്ലാറ്റിലൊന്ന് ഞാൻ ചോദിച്ചു ആരെടുത്ത്, ഇവരെടുത്ത്.
അവരോട് ആ 2 ദിവസമായിട്ട് സഫ ഇവിടെ ഫ്ലാറ്റിലുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഷോക്കായി. ഫ്ലാറ്റിലില്ലാന്നാ പറഞ്ഞത്. കാരണം അവള് വീട്ടിൽ പോയ പെണ്ണല്ലേ, പിന്നെ ഇങ്ങനെ ഫ്ലാറ്റിലിരുന്നു. ഫ്ലാറ്റിൽ 2 ദിവസമായിട്ട് ഇത്ര വ്യക്തികൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നല്ല ടെൻഷനായി. ഞാൻ ഉപ്പാനെ വിളിച്ച് രണ്ടാമത്. ഉപ്പ ഇപ്പോൾ സഫു ഇന്നലെ എവിടെയായിരുന്നു? വീട്ടിലുണ്ടായിരുന്നു. മിനിയാന്നു വീട്ടിലുണ്ടായിരുന്നു. ആണോ അല്ലേ? അപ്പോൾ ഫ്ലാറ്റിൽ അവൾ വന്നിട്ടേ ഇല്ല, ഫ്ലാറ്റിൽ വന്നു എന്നാണല്ലോ കണ്ട ആൾക്കാർ പറഞ്ഞത്. ആ അവൾ സാധനം എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കെന്തോ സംശയം തോന്നി, ഉപ്പ കളവ് പറയുന്നുണ്ട് എന്ന് തോന്നി. അത് തോന്നിയ പാട് ഞാൻ എന്ത് ചെയ്ത്, വെയിറ്റ് ചെയ്ത് എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, എടാ ഒന്ന് ബൈക്ക് എടുത്തിട്ട് വാ, എൻ്റെ കയ്യിലുള്ള ഫണ്ടെല്ലാം ഞാൻ സാധനങ്ങളും വാങ്ങിച്ച്, ഞാൻ യൂബറിൻ്റെ പൈസയും ഇല്ലാത്ത പൈസയും കൊടുത്തിട്ട് ഞാൻ അടുത്തേക്ക് എത്തിയത്. അങ്ങനെ നീ ഒന്ന് ബൈക്ക് എടുത്ത് വാ, ഒരു സ്ഥലം വരെ പോയാണ്ട് സഫാൻ്റെ പുരയിൽ പോയിട്ടൊന്ന് എനിക്ക് ഈ സംഭവം കൂട്ടിയിട്ട് വരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവൾ വീട്ടിൽ പോയി. ഞാനും ഫ്രണ്ട് എത്തിയിട്ട് വീട്ടിൽ പോയി. രാത്രി ഒരു 12 മണി 1 മണി എന്തോ ആണ്. ഇവളെ സർപ്രൈസ് കൊടുക്കണ്ട എങ്ങനെയെങ്കിലും ഇപ്പം, കാരണം വാലന്റൈൻസ് ഡേ അല്ലേ ഇപ്പം. ഇപ്പം എൻ്റെ മനസ്സിലായി എന്നെ ഒരു സർപ്രൈസ് കൊടുക്കുക. ഇവളിങ്ങനെ ദേഷ്യം വരുമ്പോൾ പലതും വിളിച്ച് പറയാറുണ്ട്. വീട്ടിൽ പോയിട്ടാകുമ്പോൾ വീട്ടിലില്ല. പിന്നെ എന്തെന്നാ, ഈ സ്വന്തം മാതാപിതാക്കളല്ലേ ശരിക്കും ആക്ച്വലി ഇങ്ങനെ ഒരാളെ കൂടെ പോകുമ്പോൾ ഇവിടെ പോയി എന്ത് പോയി അന്വേഷിക്കും പിടിക്കൊക്കെ വേണ്ടി ഇങ്ങനെ വിടാറാണ് ചെയ്യേണ്ടത്. എൻ്റെ റെക്കോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഫാദറായിട്ട് സംസാരിക്കണത്, ഫാദർ പറയണ കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. എന്തായാലും അർജൻറ്റ് വന്നാൽ മാത്രം നമുക്കത് പൊട്ടിക്കും. ഇപ്പം എന്തായാലും ഞാൻ ഇവിടെ കേൾപ്പിക്കണില്ല. കാരണം ഇവൾ ഇത്രയും ഇല്ലാത്ത ഫേക്ക് ന്യൂസ് അവൾ പറഞ്ഞത് കൊണ്ട് മാത്രമാണ്. ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. അവൾ പറയുന്ന എല്ലാ ആഗ്രഹങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിലും ഞാൻ എനിക്ക് വേണ്ടി ഒരു ഉറുപ്പ മാറ്റി വെച്ചിട്ടില്ല. ഒരു ഉറുപ്പ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടില്ല. ബർഗർ വേണം, ചിക്കൻ ചെസ്റ്റ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി മേടിക്കുമ്പോൾ ഇവൾക്ക് ആ ഫണ്ടൊന്നും കണക്കിൽ പെടുന്നില്ല. ഇവളെ കണക്കിൽ ഈ ഫണ്ടൊന്നും ഇല്ല ആക്ച്വലി. അതല്ല, നമ്മൾ 1,00,000 ഉറുപ്പ കയ്യിലുണ്ട്, അതിന് 1 ഉറുപ്പ പോയാൽ 900 ആയാ 9,999 ആയാ. അപ്പോൾ ഇവള് വിചാരം ആ ഉറുപ്പ പോകുന്ന ഇവക്ക് കണക്കില്ല. അതായത് നമ്മൾ ഒരു ഹോട്ടലിൽ കയറി 500, 600, 700 ബില്ലാവും. 500 ഉറുപ്പ അവിടെ പോയാൽ ഞാൻ ഒരു ദിവസം പണിയെടുക്കുമ്പോൾ എനിക്കടുത്ത് കിട്ടുന്ന 1000 ഉറുപ്പ കിട്ടുമെന്ന് വിചാരിച്ചു. അതിൽ 500 ഉറുപ്പ ഇവർക്ക് ഒരു 3 ദിവസത്തിലോ 4 ദിവസത്തിലോ ഇവൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ 500 ഉറുപ്പേൻ്റെ ബില്ലാക്കുമ്പോൾ ആ ഫണ്ട് അങ്ങനെ പോയാൽ. എന്നിട്ടും ഞാൻ ഈ വാഷിംഗ് മെഷീൻ്റെ, ഫ്രിഡ്ജിൻ്റെത്, 2 ഫോണിൻ്റെ ലോണൊക്കെ ഞാൻ അടക്കാറ്. ഒരു ലോണും അടച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട്. അതിൻ്റെ റെക്കോർഡുണ്ട്. അതും ഇവള് പറയുന്നത് ഞാനാണ് സെറ്റ് ചെയ്യൽ ഫണ്ട്. റോളിങ് എല്ലാവരുടെ ലൈഫിലും നടക്കുന്ന കാര്യം. കാരണം ഓരോ വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ കുറച്ച് ഫണ്ട് ഷോർട്ടാവും. ആ ഷോർട്ടാകുന്ന സമയത്ത് റോളിങ് ആക്കേണ്ടി വരും. എനിക്കങ്ങനെ ഇപ്പം ഞാൻ ലോണ് ശരിക്കും കടം എന്ന് പറയാനിപ്പോൾ എനിക്കാന്നുള്ളത് ആകെ ഒറ്റൊരു വണ്ടിയുടെ കടം, ഒരടവ്. ആ അടവ് എൻ്റെ ഫ്രണ്ടിന് ഞാൻ കൊടുക്കാനുള്ള ഫണ്ട്. അത് വാങ്ങിയത് ഞാൻ അറിയാണ്ട് സഫു ആണ് എൻ്റെ ഫ്രണ്ടിനോട് വാങ്ങിയത്. ഓക്കെ, നീ ചോദിക്കും, ഞാൻ പറഞ്ഞ ഇങ്ങനെ പോയി പോകും. അതാണ് തിരൂര് സ്റ്റേഷനിലെ സംഭവം ഉണ്ടല്ലോ, അതായത് തിരൂര് നിങ്ങൾ പോകുന്നു, അത് കഴിഞ്ഞ് സഫ വരുന്നു, എന്നിട്ട് സഫാനെ ഞാൻ എങ്ങനെയോ വിളിച്ചു വരുത്തിയതാ. എന്നിട്ട് നാജി എന്ന് പറഞ്ഞ പയ്യനെ നിങ്ങൾ തല്ലിയെന്നാണ്. ഒരിക്കലും ഞാൻ നാജിനെ തല്ലിയില്ല. ഞാൻ ആക്ച്വലി എൻ്റെ പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ഈ ചെക്കനെ ഏതാ എനിക്ക് അറിയില്ല. ഇല്ല, എനിക്കറിയുന്ന എങ്ങനെ, എനിക്ക് ഈ ചെക്കനെ അറിയേയില്ല. എനിക്ക് കണ്ടിട്ടേ ഇല്ല. ഞാനിത് അറിയുന്ന എങ്ങനെ അറിയോ, ട്രെയിനിൽ ഒരു പെണ്ണിനോട് പറഞ്ഞ് ഇത് ഇവളെ ചെക്കനാന്ന്. ഞാൻ പറഞ്ഞു സീരിയസ്ലി, അപ്പോഴാണ് നിന്നെ വിളിക്കണത്. അല്ലാണ്ട് ഈ ചെക്കനൊക്കെ അറിയില്ല. ഞാൻ ആക്ച്വലി എന്താ പറയാ, മുഖനെ കണ്ടു പരിചയമില്ല. അല്ല, ലല്ലുവിനെ കണ്ടിട്ടാകുമ്പോൾ ഇവൻ ചാടി വന്ന് എന്നെ അടിക്കാൻ വന്ന് ഞാൻ കൈ പിടിച്ചപ്പം അടിയുണ്ടായി. അപ്പം സ്റ്റേഷനിൽ അടി ഉണ്ടായിട്ടാകുമ്പോൾ പോലീസുകാർ വന്ന് സ്റ്റേഷനിൽ വന്ന്. എന്നിട്ട് ഈ ചെക്കനില്ല, ഓൾ എന്തൊക്കെ കളവ് അറിയണേ, ഇവരൊന്നിച്ച് തന്നെയാണ് പോയതും വന്നതൊക്കെ. കളവ് ഫുള്ള് കളവ് അറിയുന്നത്. നല്ല ദേഷ്യം വരുന്നുണ്ട് കളവ് അറിയുമ്പോൾ. ആരെന്നെയോ? എന്നെ തല്ലിയോ? ഓ, തല്ലാൻ വന്നത് ഇവള് വിളിച്ചു വരുത്തിയത്. എടാ വാടാ വേഗം പാടാന്ന് പറഞ്ഞിട്ട്. സംഭവം തരുമോ, കുറച്ചപ്പുറം നിർത്തിയതോനെ ഇറക്കിയത്.
അത് റൂമിൻ്റെ അല്ലേ നീ പറയുന്നത്? അല്ല റൂമിന്റെ അല്ല, അല്ലാണ്ട് അവിടെ ഒരു ചായക്കട, സ്റ്റേഷന്റെ അവിടെ ഒരു ചായക്കട. സ്റ്റേഷൻ്റെ ആ ഒരു ചായക്കടയിൽ ഇത്രയും ഗ്യാപ്പിൽ അവൾ അവിടെ ഇറക്കിയിട്ട് വന്ന് നിന്നത് ഇവർ രണ്ടാളും, നാജി ഇവരും. അപ്പം ഇവർ വിചാരിക്കുന്നത് നമ്മൾ പൊട്ടന്മാർ, നമ്മൊന്നും അറിയാത്തവർ, നമ്മൾ മറ്റേതാക്കാൻ നിന്ന്. മുന്നിലെല്ലാം കാണേണ്ട ഞാൻ കണ്ടു, എനിക്ക് ബോധ്യമായി. എന്നിട്ടും ഞാൻ നിനക്ക് ക്ഷമ തരാമെന്ന് നിനക്ക് മാപ്പ് തന്ന് നിൻ്റെ കാല് പിടിച്ച് ഞാൻ വന്നു, എന്നിട്ടും നീ സ്വീകരിച്ചിട്ടില്ല. സോ ക്ലോസ് അല്ലേ? അവർക്ക് ഖത്തം, ടാറ്റ ബൈ. ടാറ്റ ബൈ ബൈ. അപ്പൊ ഇനി ഫ്യൂച്ചർ പ്ലാനാ ചോദിക്കുന്നത്. ഫീസ് ഞങ്ങൾക്ക് പെണ്ണൊന്നും കിട്ടൂലല്ലോ എന്തായാലും. അങ്ങനെ പെണ്ണ് കിട്ടില്ല ഒരിക്കലും ഇല്ല. ഓക്കെ. പിന്നെ നിങ്ങൾ റിലേഷൻ ആയിരുന്ന സമയത്ത് ഇപ്പൊ ബാക്കിയുള്ളവർക്ക് എന്തായാലും സമാധാനമായിട്ടുണ്ടാവും. കാരണം ഇപ്പൊ ഡിവോഴ്സ് പേപ്പറൊക്കെ അയച്ചേക്കണത് ആരൊക്കെയാണെന്ന് എനിക്കറിയാം. അതിന് ഓളെ ഡിവോഴ്സ് മൈൻഡ് ബ്രെയിൻ വാഷ് ചെയ്തതും ആരെന്നൊക്കെ എനിക്കറിയാം. ഇപ്പൊ സഫ സംസാരിക്കണം മൊത്തം വേറെന്തൊക്കെയോ, എൻ്റെ ഫസ്റ്റ് വൈഫിൻ്റെ കാര്യങ്ങൾ എന്താ ഓക്കെ എല്ലാം അറിയാം. എന്നിട്ട് ഇവളെൻ്റെ ഇങ്ങനെ ചോദിക്കണം എൻ്റെ അടുത്ത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആക്ച്വലി ചാറ്റ് ഞാൻ കാണിച്ചിട്ടോ പിടിച്ചിട്ടൊന്നുമില്ല. ഞാനിപ്പോൾ മാത്രം പറയണത്, ഞാനും സഫ ഉള്ള പേഴ്സണൽ ചാറ്റ് ഒരിക്കലും ഞാൻ ഒരാൾക്ക് കാണിക്കില്ല. അത് ഭാര്യ ഭർത്താക്കന്മാരുള്ള, ഇപ്പോഴും നമ്മൾ ലീഗലി ഡിവോഴ്സ് ആയിട്ടില്ല. ഭാര്യ ഭർത്താക്കന്മാരുള്ള കോണ്ടാക്റ്റ് ഒരിക്കലും പുറത്തിറക്കാൻ ചീപ്പ് സ്വഭാവമാണ് അല്ലേ? മോശം ക്യാരക്ടറാണ് അത്. ബ്ലാക്ക് മെയിൽ ആരെ? അതായത് ഇട്ടിട്ട് പോയാലും ഞാൻ മരുന്ന് കഴിക്കും, ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടും, ഇങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി ഇന്റർവ്യൂല് പറയുന്നുണ്ട്. ഇട്ടിട്ട് പോയാൽ ഞാൻ അവളോട് ആദ്യം മുതൽ പറഞ്ഞു, എന്നെ വേണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കാം, അല്ലാണ്ട് ഞാൻ നിൽക്കേ നീ വേറെ ആടെ പോരുത്. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്ലാറ്റിൽ നിന്ന് എൻ്റെ അടുത്തൊരു ഡയലോഗ് പറഞ്ഞ്, നീ നിൻ്റെ ഇഷ്ടം പോലെ നീ ഏത് പെണ്ണിൻ്റെ ഒക്കെ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ അതേപോലെ ഏത് ചെക്കൻ്റെ ഒക്കെ പോകും എന്നുള്ളൊരു രീതിയിൽ എൻ്റെ സംസാരിക്കുമ്പോൾ ഞാൻ തരിപ്പായി. ടെൻഷൻ, ഞാനൊരു ഒരു എന്തോ എനിക്കൊരു സാധനം ഇതായി. ഞാൻ അപ്പാട് വേണ്ട ഓറടിച്ച് വേണ്ട മതി, ജീവിതമാണ്, ജീവിതം അവസാനിപ്പിക്കാൻ നോക്കി തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോൾ അത് കേട്ടിട്ട് വേറെ ഇതാ വരുമെന്നും അറിയില്ല. എനിക്ക് ജീവിതം സത്യം പറഞ്ഞാൽ ഇപ്പം ഞാൻ കൗൺസിലിങ്ങിലാണ് ഞാൻ പോകുന്നത്. മരുന്ന് കഴിക്കുന്നുണ്ട്, ഗുളിക അടക്കമുണ്ട്. അതായത് മരിക്കണം എന്നുള്ള ചിന്ത മാത്രമേ എൻ്റെ മൈൻഡിലുണ്ടായുള്ളൂ. അത് ഹോസ്പിറ്റലിൽ ഡോക്ടർ അഡ്മിറ്റ് ആക്കണം എന്നെല്ലാം പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡിലേ ആയതും അതാക്കിയതൊക്കെ. പക്ഷേ അൽഹംദുലില്ലാ ഇപ്പോഴേ ആ ഒരു സംഭവം ആക്ച്വലി ഞാൻ പാതി മരണത്തിലേക്ക് എത്തിയെന്ന് തോന്നുന്നു എനിക്ക്. ഞാൻ കുറേ ഇങ്ങനെ ആലോചിച്ചു. ഞാൻ പാതി സ്റ്റെക്കിൽ, എനിക്ക് എന്തോ നെഞ്ഞിൽ തട്ടുന്ന മാത്രമേ ഓർമ്മയുള്ളൂ സഫ. ഞാൻ ഒരാഴ്ച 2 ആഴ്ചയായിട്ട് അവിടെ തന്നെ. ഡേറ്റും കറക്റ്റ് ഓർമ്മയില്ലേ, ഇനി അത് പൊക്കി വരണ്ട. ഞാൻ വിളിക്കാറുണ്ട്, ഇവള് ഫോൺ എടുക്കലില്ല. ഇടക്കിടക്ക് എടുക്കും, ഞാൻ അടിയില്ല എന്തോ ഒരു ബന്ധമില്ലാത്ത കാര്യം. പിന്നെ ഞാൻ കടയിൽ ഫുള്ള് കസ്റ്റമറും ബിസി. വേണമെങ്കിൽ നിനക്ക് ഞാൻ ഡ്രഗ്സ് കാര്യങ്ങൾ പറയുന്നത്, ഞാൻ 2 വീക്ക് എന്തോ അതിന് ആ ഒരു അടുപ്പിച്ച് ഞാൻ കടയിൽ ഓണറുണ്ട്, കടയിൽ സ്റ്റാഫുണ്ട്, കസ്റ്റമറുണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അതായത് അത്രയും ഡ്രഗ്സ് യൂസ് ചെയ്യാണ്ട് ഒരു ഗ്യാപ്പ് ഇടാൻ പറ്റുമോ? അല്ല, എല്ലാവരും കൂടെ തന്നെ അല്ലേടി. അതായത് കടയിൽ പോകുന്ന ആൾ തന്നെയാണ് ഫ്ലാറ്റിൽ റൂമിൽ ഒരു ഹാള് പോലത്തെ റൂമാണത്. എല്ലാവരും ഒന്നിച്ച് തന്നെയാണ് സംസാരിക്കണം, ഒന്നിച്ച് തന്നെയാണ് ഫുഡ് കഴിക്കണം, ഒന്നിച്ച് തന്നെയാണ് കിടന്നുറങ്ങണത്. അവർക്കറിയാലോ ഒരാൾ ആ റൂമിൽ നിന്ന് എന്തൊക്കെ ഡ്രഗ്സ് എന്ത് ഉപയോഗിച്ചെന്ന്. എന്ത് ഡ്രഗ്സുകൾ ഉദ്ദേശിക്കണം? കഞ്ചാവ് സാധനം ഞാൻ യൂസ് ചെയ്തില്ല. ടെസ്റ്റ് ചെയ്യാം. സഫ പച്ച കള്ളം പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ ആ ഡയലോഗുകൾ പറഞ്ഞിന്, അതെനിക്ക് ഭയങ്കര ഹേറ്റായ കാര്യമാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ വന്ന ചെക്കൻ, ഇവർ രണ്ടാൾ കഞ്ചാവ് അടിച്ചിട്ടാ വന്നതെന്ന് ഓള് പറഞ്ഞിന്. തിരൂര് വന്നപ്പം നമ്മൾ കഞ്ചാവ് അടിച്ചിട്ടാ വന്നതെന്നുള്ള രീതിയിൽ. എന്നിട്ട് ആ ചെക്കനെ കടിച്ച് കീറി. അതിൻ്റെ ഫോട്ടോ ആണ് ഞാൻ അയച്ചത്. എങ്ങനെ? അത് എൻ്റെ ഫ്രണ്ടിനെ കടിച്ചതാ അവള്. ഷൂട്ട് ഞാൻ അറിയാണ്ട് ഒരു ഷൂട്ടിനും ഒരിക്കലും ഇല്ല. ഞാൻ എപ്പോഴും എൻ്റെ പാർട്ട്ണർ എൻ്റെ കൂടെ വേണം. ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ കൂടെ പാർട്ട്ണർ വേണം. കൊളാബ് ആണെങ്കിലും. എങ്ങനെ കാസർഗോഡ്? സഫ ഞാൻ ആക്ച്വലി പ്ലാനാക്കി എന്താ അറിയോ, ഇവളെന്തായാലും ചേച്ചി അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി.
ഇവൾ സത്യം ക്ഷമയോടെ സത്യം സാധാരണത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് തെറ്റ് പറ്റി മാപ്പ് കൊടുക്കുക. പിന്നെന്താ, ഞാൻ ഇതേപോലെ ഫസ്റ്റ് ലൈഫിൽ ഇതേപോലെ തന്നെ മാപ്പ് കൊടുത്തിട്ട് പിന്നെയും ഒരു വഷളായിട്ടുണ്ട്. ആ ഒരു ടെൻഷനും കാര്യവും ഉണ്ട്. പിന്നെ ഒന്ന് കറക്റ്റ് ഇവൾ കളവ് പറഞ്ഞുകൊണ്ട് ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടിന്. പക്ഷെ ഇവള് ഇതേപോലെ ഫസ്റ്റ് ഒരു സമയത്ത് കളവ് പറഞ്ഞിട്ട് ഞാൻ പിടിച്ച് പിന്നെ ഇത് സത്യം പറഞ്ഞിന്. ഇതേപോലെ സത്യം പറഞ്ഞെങ്കിൽ സാവധാനം നമുക്ക് കാസർഗോഡ് പോയി ഷൂട്ടൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തിരിച്ച് വന്ന് അത് അടുത്ത് ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അവളെ ഞാൻ തൊട്ടിട്ടില്ല അവളെ ദേഹത്ത്. മലപ്പുറത്തുനിന്ന് അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കേണ്ട ഓക്കല്ലേ, ഓളയല്ലേ തല്ലേണ്ടത് ഫസ്റ്റ് ഈ ചെക്കൻ്റെ കൂടെ കണ്ടിട്ട്. ഇവളെന്നെയാ തല്ലിയത് അവിടെ നിന്ന്. എൻ്റെ ഫോൺ ഞാൻ ലോൺ അടിച്ച് തീർത്ത ഫോൺ ഓളെ പേരിലെടുത്തു എന്നുള്ള കാരണത്തിലാണ് അവളെ കയ്യിലാണുള്ളത്. ഓക്ക് എൻ്റെ ഭാര്യ ഒരു മോശമായിട്ടുള്ള സെക്ഷുവലി വേറൊരാളോട് ചാറ്റ് കണ്ടു കഴിഞ്ഞാൽ ഒരു ഭർത്താവിന് പറഞ്ഞൂടെ ഇനി അത് വേണ്ട, അല്ലെങ്കിൽ നീ ഫോൺ യൂസ് ചെയ്യരുതെന്ന് നമുക്ക് പറഞ്ഞൂടെ? അല്ലാതെ ഞാൻ ചോദിക്കാൻ പോകുന്നത്, ഇപ്പം നിങ്ങൾ ഭാര്യ ഭർത്താവായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും വേറൊരാളായിട്ട് പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ റെഡിയാണോ? പോയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ചാൻസ് കൊടുക്കുമായിരുന്നോ? അല്ല, ഞാനിപ്പോൾ അവൾ അങ്ങനെ സംഭവം ഒരു ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സാവധാനം തെറ്റുപറ്റി പോയി ഇനി ഉണ്ടാവില്ല അങ്ങനെ ഒരു കാരണം കുട്ടീനെ ആലോചിച്ചിട്ട് ഞാൻ എന്താക്കാ പോട്ടെ എന്ന് വെക്കാന്ന് വിചാരിച്ചതാണ്. കുട്ടീനെ ആലോചിച്ച് എല്ലാം എന്തായാലും മുന്നേ ആണെന്നുണ്ടെങ്കിലും നമ്മളാരും ഫസ്റ്റ് മാരേജും അല്ല അവളെ അങ്ങനെ അല്ല ആണല്ലോ. ആ അപ്പോൾ പിന്നെ നമ്മൾ നമുക്കൊരു കുട്ടിയുടെ ലൈഫിൽ നമ്മൾ നോക്കേണ്ടത്. ഞാൻ അവനെ കുറച്ച് വലുതാകുന്നവരെ പ്രായമാകുന്നവരെ അമ്മയുടെയും അച്ഛൻ്റെയും അതായത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും നല്ലൊരു സ്നേഹം കിട്ടി നല്ല രീതിയിൽ. എൻ്റെ വീട്ടിലും സമ്മതിച്ചില്ല, അവളെ വീട്ടിലും സമ്മതിച്ചില്ല. ഓള് പിറ്റേ ദിവസം ഓള് ഇപ്പോൾ വന്ന് നിക്കാഹ് കഴിപ്പിച്ചെന്ന്. ഇനിയിപ്പോൾ പ്രേക്ഷകർക്കൊന്നും അറിയാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെ, കാര്യം ഒരു ഹസ്ബൻഡ് ഇപ്പം എനിക്കെതിരെ ഇങ്ങനെ സംസാരിക്കണമെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ ഇത്രയും കാലമില്ലാതെ ഒറ്റയടിക്ക് എന്നെ പറ്റി ഇങ്ങനെ നെഗറ്റീവ് പറയണമെന്നുണ്ടെങ്കിൽ ഏതൊരു ഭർത്താവും ചെയ്യുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഏതൊരു ഭർത്താവും ചെയ്യണത്, കാരണം ഈ സെക്ഷുവലായിട്ട് വേറൊരു ആൾക്കാരോട് മെസ്സേജ് അയക്കുമ്പം എനിക്ക് നല്ല ഏതൊരു ഹസ്ബൻഡും സഹിക്കൂല, അത് ചോദ്യം ചെയ്യും, ചീത്ത പറയും. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടില്ല, കൺഫേം. ആരുണ്ടെങ്കിലും വരാം, ആരുണ്ടെങ്കിലും തെളിവടക്കം. ഇങ്ങനെ പെണ്ണ് ചില സമയം വരും, മറ്റാരുമാണെങ്കിൽ കാതറിൽ കൊണ്ടുവരൂ, എന്താ പറയുക, ഓരോ ഫേക്ക് കൊണ്ടല്ല തെളിവ് ചാറ്റ്. എൻ്റെ ഒന്നും എന്തായാലും ചാറ്റൊന്നും പോകാൻ ചാൻസ് ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഒരാളുണ്ടെങ്കിൽ വേറൊരു പെണ്ണുണ്ടെങ്കിൽ അവർ വരാം. ഇനി അങ്ങോട്ട് നോക്കണ്ട, ഇനി അങ്ങോട്ട് എനിക്ക് എന്തിങ്ങനെ കളിക്കണം സഫ എൻ്റെ കളി മനസ്സിലായി. ഞാൻ 2 ലൈഫ് എൻ്റെ സെയിം അവസ്ഥ, ഒരാളെ മാത്രം സ്നേഹിച്ചിട്ട് എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. സ്നാപ്പ് ആക്ച്വലി ഞാനും സ്നാപ്പ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നില്ല മുന്നേ. സ്നാപ്പ് വെറും ബാഡ് ആയിട്ടുള്ള ഒരു ആപ്പാണെന്ന് എനിക്കറിയാം, മുന്നേ അറിയാം. അപ്പം എൻ്റെ അടുത്ത് മുന്നേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ലൈഫ് നശിച്ചത് സ്നാപ്പ് കാരണം അവൾ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് ഇതേപോലെ സ്നാപ്പ് പോയി ഒരുത്തനോട് മെസ്സേജ് അയച്ച് സെക്ഷുവലി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ്റെ വേദന, അത് എനിക്ക് നമുക്ക് ആ സമയത്ത് ഇപ്പോൾ എൻ്റെ വേദന ഇപ്പോൾ ഇവനക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവില്ല. പക്ഷെ നീ അനുഭവിക്കുമ്പോഴേ നിനക്ക് ആ പെയിന് മനസ്സിലാവുള്ളൂ. അതെ, നീ അനുഭവിച്ചിട്ടുണ്ട്, ആ സമയത്ത് നിനക്ക് അതിൻ്റെ പെയിൻ അറിയുള്ളൂ. അതേപോലെ ആ സമയത്ത് ഇപ്പോൾ ആ ചെക്കൻ്റെ പെയിൻ അനുഭവിക്കുന്ന സമയത്ത് നമുക്ക് എടാ പൊട്ടടാ സാറല്ല, നമ്മളുള്ളിൽ എന്തുണ്ടാവും, ഒന്നുമില്ല, നമ്മൾ വായോട് പറയും പൊട്ടടാ വിട്ടെ എന്നുള്ളത് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ. പക്ഷെ ഓൻ്റെ മനസ്സിനുള്ളിൽ കട്ട 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 ബ്ലഡ് ഇങ്ങനെ കട്ട കട്ടൊന്നും ആകുന്നുണ്ടാവും. അത് അനുഭവിച്ച ആ സ്പോട്ടിൽ വരുന്ന ലൈഫിൽ അനുഭവമുള്ളവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ഇപ്പം എൻ്റെ ഉള്ളിലുള്ള കാര്യം നിൻ്റെ, കാരണം നിൻ്റെത് കഴിഞ്ഞ്, കാരണം നീ ഇത്രയും വേട്ടാടുന്ന, നീ അത്രയും സ്നേഹിച്ചിട്ടുണ്ടോ അവനെ, അല്ലാണ്ട് ഒരാൾക്ക് ഇത്ര അതിൻ്റെ ബാക്കിൽ പോകാൻ പറ്റില്ല. നിനക്ക് അത്ര സ്നേഹം അവനോട് ഇല്ലാന്നുണ്ടെങ്കിൽ നീ അന്നേ വിട്ടു പോയേനെ. നീ വിട്ടുന്നുണ്ടെങ്കിൽ നിന്നെ ചതിച്ചതിൻ്റെ ഫീല് നിനക്ക് ഇപ്പോഴും ഉണ്ട്. എടാ നീ ആലോചിക്കുക, ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ അത്രയും സ്നേഹിച്ച് കൊണ്ടുനടക്കുന്ന ഒരു വ്യക്തി വേറൊരാളൊക്കെ ഇങ്ങനെ ഇതാവുമ്പോൾ സെക്ഷലി ഉണ്ടെന്ന് അറിയുമ്പോൾ ഒരു വല്ലാത്തൊരു വേദനയല്ലേ. അതെ, പക്ഷെ എനിക്ക് എന്താ പ്രശ്നം വെച്ചെങ്കിൽ പെട്ടെന്ന് മറക്കാൻ പറ്റണില്ല. അതാ ഞാൻ പെട്ടെന്നൊന്ന് മാറിക്കഴിഞ്ഞാൽ അവളെ മെല്ലെ മറക്കട്ടെ. അതിന് കുട്ടീനെ അവൾ കാണിക്കൂല എന്നൊക്കെ പറയുന്നത്, ചില സമയം പറയുന്നത് കുട്ടീനെ കൊണ്ടുപോകാൻ വിടൂല, വന്നിട്ട് വന്ന് കണ്ടോ എന്നൊക്കെ പറയുന്നത്.
14 ഈ അല്ല ഞാൻ അന്ന് മുതൽ കാസർഗോഡ് പോയ തൊട്ട് ഇതുവരെ കണ്ടിട്ടില്ല കുട്ടീനെ. കോൾ ചെയ്ത് വീഡിയോ കോൾ ഒന്നും കാണിച്ചിട്ടില്ല. ഫോൺ എടുക്കുന്നില്ല, കോൾ എടുക്കുന്നില്ല, വീഡിയോ കോൾ. കാണാൻ നോക്കിയോ? വീട്ടുകാരോട് സംസാരിച്ചിട്ട് എങ്ങനെ കാണാൻ നോക്കല്? വീട്ടുകാർ ഓള് എന്താ പറയാ, ഓള് ഈ കള്ളത്തരത്തിനെല്ലാം കൂട്ടിക്കുമ്പോൾ ഞാൻ വീട്ടുകാരായിട്ട് അല്ല, ഓള് പറയുന്നുണ്ട് ഞാൻ പോവാത്തത് വീട്ടുകാർക്ക് വിഷമാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആ വിശ്വാസം ഒരിക്കലല്ല. ഓളെ മിനിയാന്നിട്ട വീഡിയോയിൽ ഓളെ പെങ്ങള് കുട്ടീനെ അടുത്ത് നടക്കുന്നത്. അല്ല നീ തന്നെ പറഞ്ഞില്ലേ ഏതൊരു മൊബൈൽ ഷോപ്പിൽ നിന്റെ ഫ്രണ്ട് നിനക്ക് ഫോട്ടോ. ഞാൻ ആ അപ്പൊ കുട്ടിയില്ലല്ലോ കയ്യിൽ. ഇല്ല. അപ്പോൾ അവള് വീട്ടിൽ പോകുന്നതിന് വിഷയമൊന്നും ഇല്ലാണ്ടായിട്ടല്ല, നാട്ടുകാർ അവർ പറയുന്നില്ല. ഇതുകൊണ്ട് അവൾക്ക് ഓളെ വീട്ടിൽ പോകുന്ന വിഷയം ഉണ്ടായിട്ട് അതൊന്നല്ല. ഓൾക്ക് ഇങ്ങനെ ഓളെ ലൈഫ് അങ്ങനെയാണ്. അതായിരിക്കും എൻ്റെ ഒരു ഇത്. കാരണം എൻ്റെ കൂടെ ഈ 2 കൊല്ലവും ഞാൻ മാത്രമുള്ള എന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. ഇവിടെ മൈൻഡ് ഇങ്ങനത്തെ പെട്ടെന്ന് മാറിയെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നത്. ആര്? അവളോ? ഓൾ ഈഗോ ഒരിക്കലും അങ്ങനെ സമ്മതിക്കൂല. അവൾ ഒരിക്കലും വരൂല.